എന്റെ ഉള്ളിലെ വിഷമം പൂർണ്ണമായിട്ട് മാറണമെങ്കിലേ നീ എന്റെ കൺവെട്ട നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം. എങ്ങോട്ടെങ്കിലും. ഈ നാട്ടിൽ നിന്ന് തന്നെ. ദയവ് ചെയ്ത് എന്റെ കുടുംബത്തിന്റെ സന്തോഷം നീ കുറച്ചെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി മേലാൽ ഞങ്ങളുടെ ഒന്നും കൺമുമ്പിൽ വന്നു പോയേക്കരുത്. എടി, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഞങ്ങളെ. എടി, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെടി. അമ്മേ, അമ്മ എന്താ പറയുന്നേ? സംഭവിച്ചെന്താ നമുക്കറിയോ? വിഷ്ണു, ഇവളൊരു ശാപോ? നിന്റെ ജീവിതത്തിലേക്ക് എന്ന് ഇവള് കേറിയോ അന്നു മുതല് നമ്മുടെ കുടുംബത്തിന് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. ഒരു സ്വസ്ഥതയും. ശ്യാമയുടെ ചേച്ചി എന്നും പറഞ്ഞ് രണ്ടാമത് ഇവളെ എന്നു മുതൽ അടുത്ത് ഇടപഴകാൻ തുടങ്ങിയോ അന്നു മുതല് ഇവളുടെ ഈ ശ്യാമയുടെ ജീവിതത്തിലും പ്രശ്നങ്ങളാ. ഇപ്പൊ നോക്ക്, പപ്പിയുടെ ജീവിതവും ഈ രീതിയിലാക്കിയില്ലേ നീ? സത്യമേ, നോക്ക്, ഇവളുടെ മകളുടെയും കൂടെ കൂടിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ എന്റെ പപ്പി മോൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതാടാ ഞാൻ പറഞ്ഞത്, അപസർപ്പ കഥയിലെ യക്ഷിയായി ഇവളെന്ന്. പറയടി, പറ, ഞങ്ങളെല്ലാം ഇവിടം വിട്ടു പോണോന്ന്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കാല് പിടിക്കാം. അമ്മേ, എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? വേണ്ട സത്യമേ,